ഹായ് ഓൾ അസ്സാം വലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ എണിച്ചിട്ട് തന്നെ ഉറക്കച്ചടവോടെ മദ്രസ പോകാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ പർദ്ദെല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ ഇതെന്താ അറിയോ സംഭവം, എനിക്ക് ഒരാൾ വന്നിട്ട് നല്ലൊരു അടിപൊളി ഗിഫ്റ്റെല്ലാം തന്നിട്ട് പോയിന്. ആര് എന്ത് നല്ലല്ലേ, ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാവാ. നല്ല കുപ്പീൻ്റെ ബൗളാണ്, അടിപൊളി. അങ്ങനെ തന്നു മദ്രസയിൽ പോകാൻ തുടങ്ങുമ്പോഴേക്കില്ലേ ഇന്ന് കുറേ ഓർഡറെല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ രാവിലെ റെഡി ആയില്ലെങ്കിൽ രാത്രി ഓർഡറെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി. പക്ഷേ ഇത് ഒരു 3 മണിക്ക് ഡെലിവറി ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ തന്നെ ഉണ്ട്. അങ്ങനെ കുറച്ച് രാവിലെ തന്നെ തുടങ്ങാലിട്ട് അങ്ങനെ തന്നൊക്കെ ഞാൻ ബൂസ്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഓളൊന്ന് ചൂടാറിച്ചിട്ട് കൂട്ടിയതാണ്, അപ്പോൾ വേഗം കുടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ അപ്പം ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചിന്. പോളൻ്റെ പുട്ടുണ്ടായി ഫ്രിഡ്ജിൽ, പക്ഷെ അത് അതിലേക്ക് കറിയെല്ലാം ചട്നിയെല്ലാം ഉണ്ടാക്കാൻ കുറച്ച് ടൈമുണ്ട്. അപ്പോൾ ഇന്ന് ഓർഡറെല്ലാം ഉണ്ടാകൊണ്ടില്ലേ, പിള്ളമാരോട് ഞാൻ രാവിലെ പറഞ്ഞിന് ഇന്ന് ബ്രെഡ് ഓംലേറ്റ് ആക്കിയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ആക്കി പയ്യെ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഫുഡാക്കാൻ എന്നിട്ടില്ലേ ഓർക്ക് അങ്ങനെ ബ്രെഡ് ഓംലേറ്റ് എടുത്തിട്ട് ഓറൊന്ന് സെറ്റാക്കി. പിന്നെ എൻ്റെ ഇല്ലേ സ്ക്രാപ്പറില്ലേ തേങ്ങ ചേർക്കുന്ന കോക്കനട്ട് സ്ക്രാപ്പർ, അപ്പോൾ അത് പോയിട്ട് ഞാൻ മേങ്ങിയിട്ട് 2-3 കൊല്ലായി. അതിന് 2 വട്ടം റിപ്പയറാക്കി. എന്നിട്ടില്ലേ ഇപ്പോൾ പൈലോട്ട് പൊട്ടായിട്ടുണ്ടായിന്. അങ്ങനെ ശരിയാക്കാൻ കൊടുത്തിട്ടാകുമ്പോൾ 2500 2800 എന്താവുന്നില്ലേ, അതിൻ്റെ മോട്ടർ എന്തോ പോയതുകൊണ്ട്. അപ്പോൾ ഇതിന് ശരിക്കുള്ള റേറ്റ് ഇല്ലേ 3500 3600 അത്ര തന്നെ ഉണ്ടത്. പിന്നെ അതിനെ ഞാൻ 2500 കൊടുത്തിട്ട് പൈലോട്ട് നേരാക്കുന്നതിനായിട്ട് ഞാൻ എന്തൊക്കെയറിയോ ഒരു പുതിയ തേങ്ങ ചേർക്കുന്ന തന്നെ വാങ്ങി. അപ്പോൾ ഇതില്ല കുറച്ച് ദിവസം കഴിച്ചൊന്നും ഉണ്ടായിട്ട് എൻ്റെ അടുത്ത് പൊട്ടായതുകൊണ്ട് അതില്ലാതപ്പോൾ ഇല്ലേ ഒരു കൈ ഒളിഞ്ഞ വിലയ്ക്കൊണ്ട് അതെന്ത് നമ്മളെ സാധനം യൂസ് ആക്കുന്ന ഐറ്റം ഇല്ലെങ്കിലേ ഇല്ലാതപ്പോൾ അതിൻ്റെ വില അറിയുന്നത് ഞാൻ. അങ്ങനെതാ സ്നാക്സിൻ്റെ സംഭവങ്ങളെല്ലാം റെഡി ആയിന്. അതിൻ്റെ ഇടയിൽ ചുടുന്നത് കുഴക്കുന്നത് എടുക്കുന്നതെല്ലാം എടുക്കാനേ ഞങ്ങൾക്ക് ഒരു ടൈം കിട്ടിയിട്ട് ബിസി ആയി ലാസ്റ്റ് ആകുമ്പോൾക്ക്. പിന്നെ കട്ട്ലേറ്റ് ഉന്നക്കായ ഉണ്ടായിട്ടാ കട്ട്ലേറ്റ്, കിളിക്കൂടും, പിന്നെ ചിക്കൻ കോണ്, പഴംപൊരി ഇല്ലേ പഴംപൊരിയും, പിന്നെ ഒരു മോൾക്ക് ലണ്ടനിലേ കൊടുക്കാൻ മറ്റേ കാഷ്യൂ ഫ്രൈ ഇല്ലേ കാഷ്യൂ ഫ്രൈയും ഉണ്ടായിന് ഇതിൻ്റെ തന്നെ. അങ്ങനെ അതെല്ലാം ഇതെല്ലാം നമുക്ക് ഞാനും ഉണ്ട്, ബാബിയുണ്ട്, മിതാദും എല്ലാവരും ഉണ്ടറിഞ്ഞാൽ. അങ്ങനെതാ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, വേറെ ട്രൈയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിന്. അങ്ങനെ രാവിലെ തന്നെ തുടങ്ങിയത്. അപ്പോൾ അവിടെ മങ്ങലോ പുതിനാട്ടീൻ്റെ എടുക്കാം അങ്ങനെ എന്തോ കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു, പുതിയ പള്ളം എടുക്കാം അങ്ങനെ എന്തോ എന്താണെന്നറിയില്ല. അപ്പോൾ വരാനെന്തോ ആളില്ല, ഓട്ടോയിൽ കൊടുത്താച്ചാൽ മതിയല്ലേ, ഞാൻ അങ്ങനെ ഇടുന്ന് കൊടുത്ത് വിട്ടതാണെന്ന് ഞാൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞവർക്ക് നമ്മൾ ഇടുന്ന് കൊടുത്ത് വിടും, ഓർ അതിൻ്റെ ക്യാഷ് കൊടുക്കലാന്ന്. അങ്ങനെ എല്ലാം എന്തെല്ലാം സെറ്റായിട്ടുണ്ട്. പഴംപൊരി നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഹോട്ടൽ സ്റ്റൈലിൽ തന്നെ പഴംപൊരി റെസിപ്പി വേണം, നിങ്ങൾ കമൻറ്റൊക്കെ അങ്ങനെ ആയിട്ടുണ്ട്. അതിനത് ഒരു പറയുന്നുണ്ടായിരുന്നു നല്ല പാങ്ങയിനല്ലോ കൊണ്ടുപോയിട്ടാകുമ്പോൾ. അങ്ങനെ ഇത് ഇങ്ങനെ സെറ്റായിട്ട് കാണുമ്പോൾ എന്തോ ഒരു സമാധാനം അറിഞ്ഞാൽ. എനിക്ക് കിച്ചണിൻ്റെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ ആയിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് കാഷ്യൂ ഫ്രൈനും നല്ലൊരു പാക്ക് ആകുന്നുണ്ട്. അതും ഇതിൻ്റെ തന്നെ കൊടുത്തിട്ടായതിനു ശേഷം ഇല്ലേ പണിയെടുത്തിട്ട് ക്ഷീണിച്ചിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ് ജ്യൂസ് കുടിച്ചങ്ങനത്തെ ഒരു എനർജി എല്ലാം വരാൻ. അപ്പോഴേക്ക് കിച്ചണിൻ്റെ അവസ്ഥ നോക്കി എല്ലാം കൊടുത്തിട്ട് മതി, ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞാൻ നല്ല കട്ടപ്പാലും അവക്കാടോ ഇല്ലേ അവക്കാടോ ജ്യൂസുമാണ് നമുക്ക് വയ്ക്കുന്നത്. അപ്പോൾ അതെല്ലാം കുടിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ടായിട്ട് ബാക്കി ക്ലീൻ ആക്കാമെന്ന്. അപ്പോൾ പുരയിലിപ്പോൾ എല്ലാവരും ഉണ്ട്, നമ്മൾ ഒന്ന് കൂടാന്നല്ല ചെല്ലിട്ട് വിളിക്കുന്നുണ്ടായി. അപ്പോൾ വിളിച്ചിട്ടാൽ പിന്നെ നമുക്കൊരു സമാധാനം ഇല്ല. അപ്പോൾ ഞാൻ ഓർഡറെല്ലാം ഉണ്ട്, അത് കൊടുത്തിട്ട് രാത്രിയാകുമ്പോൾ വരുന്നതെന്നിട്ടില്ലേ അങ്ങനെ ഒരു പോകാനുള്ള ഒരു പ്ലാനാണ്. പോകുന്നില്ലാതിരിക്കും പിന്നെയാന്ന് വേണ്ട പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ആയി പോവാൻ എല്ലാവരും ഉണ്ടല്ലേ എന്നിട്ടില്ലേ ലാസ്റ്റ് ആകുമ്പോൾ എങ്ങനെ എത്തുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ അവക്കാടൻ്റെ ഇല്ലേ ഈ ഇങ്ങനെ പൾപ്പാക്കിയിട്ട് ആ കുരു കൊടുക്കാൻ എന്തോ ഒരു ചെയ്യലല്ലേ. അങ്ങനെ ജ്യൂസെല്ലാം കഴിച്ചിട്ടായിട്ടില്ലേ ഞാൻ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും മക്കളും പെരുക്ക് പോയതാണ്. ഏകദേശം ഇപ്പോൾ ഒരു മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് മഗ്‌രിബ് നിസ്കരിച്ചിട്ടായിട്ട് പോയത് 7:30 മണിയായിട്ടുണ്ട്. അങ്ങനെ പെരുക്ക് പോയിട്ട് നമ്മുടെ ഏട്ടത്തി നല്ല അടിപൊളി ബീഫ് കറിയും നെയ്പ്പത്തിലെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിന്. അങ്ങനെ അത് ചൂടോടെ നമുക്ക് കഴിച്ചതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 8-9 മണിയാവും എന്തോ ആയിന്. അപ്പോൾ പോയ പാടെ നല്ല ചൂട് ചായയും സംഭവങ്ങളെല്ലാം കഴിച്ചിട്ടായിട്ട് രാത്രി ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഉറങ്ങുമ്പോൾ ഏകദേശം 2-3 മണിയായിന് ബിസാക്കിയിട്ട്. ഇതെന്ത് കഥ അറിയാം, സൊല്യൂഷൻ്റെ ബുക്സ് ഗൾഫിലേക്ക് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ എന്ത് ഞാൻ ചോദിക്കുമ്പോൾ
അഫ്സലുണ്ടായി അവിടെ. അപ്പോൾ ഓന് പറഞ്ഞു അഫ്സൽ ഹുസൈൻ്റെ പിള്ളമാർ ഓഫ്ലൈനിലുണ്ടല്ലോ, അപ്പോൾ ഓർക്ക് ഗൾഫിലേക്ക് കൊടുത്തേക്കാൻ ആരോ പോകുന്നവരയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അതിനെ രാവിലെ കൊണ്ടുപോകലാന്ന്. അപ്പോൾ അങ്ങനെ അത് എല്ലാം കൊണ്ടുപോയതിന് ശേഷം ഇല്ലേ പിന്നെ പിള്ളമാർക്കുള്ള ടിഫിൻ റെഡിയാക്കണ്ടേ. അങ്ങനെ ഞാനില്ലേ മറ്റേ ചപ്പാത്തി ഒന്ന് ചുട്ടിട്ട് ചിക്കൻ്റെ ഒന്ന് മസാല ആക്കിയിട്ട് എടുത്ത് എന്നിട്ട് അതിലേക്ക് ഒന്ന് ചുട്ടിട്ട് ചപ്പാത്തി ചുട്ടിട്ട് അതിന് ശേഷം ഈ മസാല വെച്ചിട്ടില്ലേ ഒരു ഓംലേറ്റും അതിൻ്റെ മുകളിൽ കൂട്ടിയിട്ട് ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ നല്ല കെച്ചപ്പെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഞാൻ ഓർക്ക് ടിഫിനുള്ളത് അതാണ് കൊടുത്തത്. പിന്നെ സ്നാക്സ് ആയിട്ട് ബിസ്ക്കറ്റും ചോക്കോപ്പൈ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു, അതും കൊടുത്തിട്ട് ഓറെ വിട്ട്. എന്നിട്ട് വേന വരാൻ നമുക്ക് ഇവിടെ റോഡ് സൈഡ് തന്നെ വരുന്നതുകൊണ്ടില്ലേ നല്ലൊരു സമാധാനമാണ്. അടുത്ത് തന്നെ ആയതുകൊണ്ട് മദ്രസ മാത്രം പരിക്ക് പോയിട്ടാകുമ്പോൾ ഒരു ഇതാന്ന് അവിടെ ഭാബി ഉണ്ടെങ്കിലില്ല ഓരോ സെറ്റാക്കിയിട്ട് അയക്കുന്നത്. നാളെ ഈ രാത്രി വരുമ്പോഴേക്കെല്ലാം ബയിലോട്ട് വിളിക്കാൻ വരാനും ബയിലോട്ട് അങ്ങനെ എല്ലാ പണിയാണ്. അപ്പോൾ ഈ സ്കൂളത്തത് ഇങ്ങനെ ആയതുകൊണ്ട് ഒരു അലമ്പില്ലാത്തതാണ്, നമുക്ക് മുറ്റത്ത് തന്നെ പോകുന്നതുകൊണ്ട് അങ്ങനെ പിള്ളേരെല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പിള്ളേർ ലിറ്റിലില്ലല്ലേ. അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ട് ലിറ്റിലിൽ എങ്ങനെ പഠിക്കുന്നതെന്നല്ല ഫീസെല്ലാം ഉണ്ടാകുന്നല്ലോ. ഫീസ് ഏകദേശം നല്ല ഫീസാന്ന് അറിഞ്ഞാൽ അവർക്ക് 3 ആൾക്ക് പോയിട്ട് ഒരു 1,00,000 അടുത്ത് ആയിനങ്ങൾക്ക് ഫീസ്. അപ്പോൾ ഇത് നല്ല പഠിപ്പുണ്ട്, കുറച്ചൊന്ന് പിള്ളമാരെല്ലാം ഉള്ള. അങ്ങനെ എൻ്റെ മക്കൾ പോയതിന് ശേഷം ഏട്ടത്തിൻ്റെ മോള് പോകുന്നുണ്ട് കെൻസാല എന്നുള്ള കോളേജിൽ പോകുന്നത്. അങ്ങനെ എൻ്റെ മിതാദും കുമ്പളയിലല്ലേ പോകുന്നത്. അപ്പോൾ ഓനും ഓളെല്ലാം വണ്ടിയിൽ പോയി ഏട്ടത്തി കൊണ്ടുപോയിട്ട് വന്നതാന്ന് പറയാം. അങ്ങനെ ആയിട്ട് സ്കൂളത്തെ രാവിലത്തെ ട്രിപ്പും സംഭവങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ലേ നമ്മൾ ഇങ്ങനെ എല്ലാവരും പ്ലാൻ ഇട്ടിട്ട് നമ്മൾ എല്ലാ പിള്ളമാരെല്ലാം പോയിട്ടായിട്ട് ഒന്ന് പുറത്ത് പോകാം. കുറേ ദിവസമായി പുറത്ത് പോകാത്തത്, എല്ലാവരും ഒന്നിച്ചിട്ട് ഒന്ന് പുറത്ത് കൂടാമെന്നുള്ള വെച്ചിട്ട് അങ്ങനെ പ്ലാൻ ഇട്ടിട്ടുണ്ടായി. പിള്ളമാർക്കൊരു ശ്വാസം കഴിക്കുന്ന സൗണ്ട് കേട്ടെങ്കിലേ അറിയും. അങ്ങനെ ആരോട് പറയാണ്ട് നമ്മൾ ഇങ്ങനെ നിന്നിട്ടുള്ള. അപ്പോൾ വിട്ടിട്ട് വന്നതിന് ശേഷം പോകാൻ നിന്നിട്ടില്ലേ അങ്ങനെ ഓളെ വിടാനെല്ലാം പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ ഇറങ്ങിയിട്ട് പോയതല്ലേ ഹോട്ടലിലേക്കാണ്. ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടായിട്ട് ഒന്ന് ബീച്ചിലെല്ലാം പോയിട്ട് വരാമെന്നുള്ള വെച്ചിട്ട് അനിയത്തിൻ്റെ മാപ്പിളയുണ്ട്, ആങ്ങളുണ്ട്, നമ്മൾ എല്ലാവരും അടുത്ത് അനിയത്തിയോറും ഉണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്ലങ്ങൊരു കൂടുതലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു കണ്ടില്ല അങ്ങും ഇങ്ങൊരു കിറക്കരുത് നമുക്ക്. അങ്ങനെ ഒന്ന് ഇങ്ങനെ ആയിട്ട് തന്നെ ഇല്ലേ നമ്മൾ മക്കളെയോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്നിച്ചിട്ട് എല്ലാവരും നമ്മൾ കുടുംബം തന്നെ ഇല്ലേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മക്കളെയോ എല്ലാം ഒന്നിച്ചിട്ട് ഫാമിലീൻ്റെ അടുക്ക് പോകലും കൂടലും അങ്ങനെ എല്ലാം ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുന്നതും വരുന്നതെല്ലാം കണ്ടിട്ടല്ലേ നാളെ നമ്മളെ മക്കൾ പഠിക്കുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ മക്കൾക്കില്ലേ ഫോണ് ഇതന്നെയല്ലേ. ഒരു ഫാമിലീൻ്റെ ഇടയിൽ പോകല, ഫാമിലീനെ അറിയല, ഒന്നുമില്ലല്ലോ സംഭവം. ഈ ഫോണിൽ തന്നെ ആയിട്ടില്ലേ അവർക്ക്, പിന്നെ കുടുംബം തന്നെ മറന്നുപോകും മക്കൾക്ക്. അപ്പോൾ നമ്മ ഇങ്ങനെ പോയിട്ടും കണ്ടിട്ടും പിരിസാക്കുന്നതും പോകുന്നതും വരുന്നതും എല്ലാം കണ്ടിട്ട് പഠിച്ചെങ്കിലേ മക്കളും അതേ ലൈനിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ മക്കളും എല്ലാം നമ്മൾ പറയലുണ്ട് ഇത് നമ്മളെ കുഞ്ഞുമാൻ്റെ പുള്ളി, ഇത് മുത്തമ്മൻ്റെ പുള്ളി. ഇപ്പോൾ ഏടെ നമ്മളെ മനുഷ്യന്നുള്ള മക്കൾക്കില്ലേ നമ്മളെ കുറച്ച് ദൂരത്തെ ഫാമിലീനെ കണ്ടെങ്കിലും അവർക്കെല്ലാവർക്കും അറിയും ഇതാരി ഇങ്ങനെയെന്നല്ലോ. അപ്പോൾ ഇപ്പം നമ്മളെ ഇവിടുത്തെ ഓറല്ലേ പച്ചമംഗലം ഈ മാപ്പിളുടെ ഫാമിലിയിലെല്ലാം പച്ചമംഗലത്തിൻ്റെ നമുക്ക് പരിപാടി ഉണ്ടെങ്കിൽ ഒന്നിച്ച് കൂടും. അധികം ഇങ്ങോട്ട് കുടിമയിലല്ല അധികം അങ്ങനെയാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാവും ഒന്നിച്ചു നമുക്ക് തന്നെ അറിയാലോ ശരിക്കും ഇതാരി ഏത് എങ്ങനെയെന്നല്ലോ. കുറച്ച് കഷ്ടമുണ്ട് അറിയണമെങ്കിൽ, എപ്പോഴെങ്കിലും നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും അങ്ങനെ മക്കളെയില്ലേ നമ്മളെ കുടുംബ ബന്ധം പുലർത്താൻ പഠിപ്പിക്കണം. ഇപ്പോൾ ഈ ഫോണും ഇതും അതും അത് പിള്ളമാരെല്ലാം ഒറ്റപ്പെട്ട പോലെ അല്ലേ, ഇൻസ്റ്റാവും വാട്സപ്പും അതും ഇതും ഫേസ്ബുക്കായിട്ട് ഒരു കുടുംബമായിട്ട് ഒരു മിങ്കിളാന്നേ ഇല്ലല്ലോ മക്കൾ. അപ്പോൾ നമ്മളെ മക്കളെയില്ലേ നല്ല വാങ്ങലെ കുടുംബ ബന്ധം പുലർത്താൻ പഠിപ്പിക്കണം. അപ്പോൾ അത് നമ്മ ഫാമിലീനെ പിരിസാക്കുന്നതും നമ്മ പോകുന്നതും നമ്മ വരുന്നതും നമ്മ ഒന്നിച്ച് കൂടുന്നതും നമ്മളെ ഒരു ഇതെല്ലാം കണ്ടിട്ട് നമ്മ അങ്ങനെയല്ലേ ഇനി മക്കളും പഠിപ്പിക്കുന്നത്. മാഷാഅല്ലാഹ് പണ്ട് എൻ്റെ ഉമ്മ ഉപ്പാവും നമ്മളാളപ്പ കുഞ്ഞുമ്മ ഓറല്ലേ എന്തോ ഒരു പിരിസോ പോകുന്നതും വരുന്നതും ഒന്നിച്ച് കൂടുന്നതും അങ്ങനത്തെ ആ ഒരു ഇത് കണ്ടിട്ടാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. ഇനിയിപ്പം നമ്മളെ കണ്ടിട്ട് നമ്മളെ മക്കൾ പഠിക്കണം, അങ്ങനെയാണ്. അപ്പോൾ കുടുംബ ബന്ധം പുലർത്തി എത്ര നമുക്ക് കുടുംബത്തിന് ബർക്കത്തും ആയുസ്സും ആരോഗ്യം എല്ലാം എന്നല്ലേ പറയുന്നല്ലേ, കൂട്ടുമെന്നല്ലോ. അപ്പോൾ എല്ലാവരും അങ്ങനെ കുടുംബ ബന്ധം പുലർത്താൻ നോക്കണവേ. അങ്ങനെ വിശത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചോറെല്ലാം ഓർഡർ ആക്കിയിട്ട് നല്ല മന്തിയും അൽഫാം മന്തിയാണ് നമ്മൾ വാങ്ങിയത്. മയോണൈസെല്ലാം കൂട്ടിയിട്ട് കഴിച്ചിട്ടായിട്ടില്ലേ. ഇനി എന്ത് പ്ലാൻ എന്നിട്ടുണ്ടായിന്. അപ്പോൾ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ആങ്ങളുടെ ബർത്ത്ഡേ ഉണ്ടായിന്. അങ്ങനെ ഒരു കേക്കെല്ലാം കട്ടാക്കി പിന്നെ നമ്മൊരു ഗിഫ്റ്റെല്ലാം കൊടുത്തിട്ടുണ്ടായി. അതിനെല്ലാം വീഡിയോയൊക്കെ ചെയ്യാവേ. അപ്പോൾ ഏടെ കേക്ക് കട്ടാക്കുന്നത് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബീച്ചിൽ കട്ടാക്കാൻ എന്നിട്ട് അങ്ങനെ ഒരു പ്ലാനിൽ പോയതാണ്. അങ്ങനെ പുള്ളമാറി വരുന്നതിന് മുമ്പ് എത്തണോ
അതിന് മുമ്പ് എത്തണം എന്നല്ല വെച്ചിട്ട് ആ ഒരു പ്ലാനിങ്ങിൽ നമ്മൾ വന്നത്. എല്ലാത്തിൻ്റെ സ്കൂളുണ്ടാവല്ലോ. പിന്നെ അവിടെ പോകുന്നതെന്ന് അറിഞ്ഞെങ്കിലേ എല്ലാ സ്കൂളിൽ ലീവാക്കിയിട്ട് നിൽക്കും. ഈ ബീച്ചിലെല്ലാം പോകുന്ന നല്ല പിള്ളേർക്ക് ഒരു മത്സരല്ലേ. അപ്പോൾ എന്തെങ്കിലും ലീവാക്കല്ലേ മാര് പറഞ്ഞിട്ടേ പോകുന്നത്. ഈ നമ്മൾ തട്ടിയിട്ട് കൊണ്ടുവരുന്ന മക്കളെ മാത്രം എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും നല്ല സ്പൈസി മന്തി ഒക്കെ കഴിച്ചിട്ടായതിനു ശേഷം ഇല്ലേ മന്തിയും പിന്നെ എന്തിപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ആക്കിയത്. എല്ലാവരും കഴിച്ചിട്ടായതിനു ശേഷം ലാസ്റ്റ് ഒരു ജ്യൂസ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജ്യൂസും കാര്യങ്ങളെല്ലാം കുടിച്ചിട്ടായിട്ടില്ലേ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ബീച്ചിലേക്കാണ്. അപ്പോൾ അത് നല്ലൊരു മഴ പിടിച്ച പോലെ ഉണ്ടായിന്, വെയിലൊന്നും ഇല്ലാണ്ട് നല്ലൊരു ക്ലൈമറ്റായി. അങ്ങനെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം നല്ലതായിട്ട് ഇങ്ങനെ പോയതാണ്. എന്നിട്ട് വിറ്റേക്കണം അതിലേക്ക് ഇറങ്ങിയിട്ടതായിട്ട് ബീച്ചിലേക്ക് എത്തുമ്പോഴേക്കില്ല ഏകദേശം 1 മണി 4 മണിയെല്ലാം ആയിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് വരുന്ന ടൈമെല്ലാം അതിന്. അപ്പോൾ എൻ്റെ പിള്ളമാരുടെ സേഫാണ്. എന്തില്ലെങ്കിൽ പിള്ളേർ പോയിട്ടില്ല തന്നെ നിൽക്കും, അല്ലെങ്കിൽ ബാബിൻ്റെ അവിടെ നിൽക്കും. അങ്ങനെയാണ് ഈ ഓർത്ത് അനിയത്തീൻ്റെ തലയില്ല ചെറിയ മക്കൾ അപ്പുറം ഇപ്പുറം നിൽക്കാനുമില്ല, ഒരാൾക്കിട്ട് വരാനല്ല. അങ്ങനെയാണ് ഇപ്പോൾ ഒന്നിന് LKG കൂട്ടിയത്, പിന്നെ ഒന്ന് ചേർത്ത് അങ്ങനെയാണല്ലോ. അപ്പോൾ എങ്ങനെ ടൈമായി എടുത്തോണ്ട് തന്നെ പോയിട്ടില്ലേ അനിയത്തീൻ്റെ 3 എടുത്ത് അനിയത്തിൻ്റെ 3 ഒരു അനിയത്തിൻ്റെ 3 എടുത്തിട്ടായിട്ടില്ലേ. പിന്നെ ഒരു അനിയത്തിൻ്റെ 2 ഉണ്ട്, അതും വരുന്ന ടൈമായി. അങ്ങനെ അതിനെയും കുനിയിൽ നിന്ന് എടുത്ത് അതിനെ എടുത്തിട്ടാകുമ്പോഴേക്കില്ലേ പിള്ളേറായില്ലേ. പിള്ളേറായി പിന്നെ ഏട്ടത്തിൻ്റെ മോളെ രാവിലെ ഇറക്കിയിട്ടില്ലേ കെൻസാലത്തെ കോളേജ്. ഓളെ അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് ഏട്ടത്തി വിളിക്കാൻ പോകുന്നതാണ്. നമ്മുടെ ഉമ്മാനിടെ നിന്നിട്ടാകുമ്പോൾ എല്ലാവരും 10 ദിവസം നിൽക്കുന്നില്ലേ. അന്ന് നിന്നിട്ടാകുമ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് കഴിഞ്ഞിട്ടാകുമ്പോൾ അടുക്ക ഏട്ടത്തി വിളിക്കാൻ പോകലാന്ന്. അങ്ങനെ അതും ഇനി പോയെങ്കിൽ ഒക്കെ വരാനാളില്ലാലും ഓളി കൊടുത്തു. അങ്ങനെ ഫസ്റ്റ് പിള്ളമാരില്ലാലും ബയ്യ വണ്ടി കുറച്ച് മക്കളാണ് മാഷാള്ള. അങ്ങനെ എല്ലാവരെയും കൊണ്ട് ഇപ്പോൾ ബീച്ചിൽ പോകുന്നുള്ളത്. സംഭവം എല്ലാവരും ആകുമ്പോൾ ഒരു ഉത്സാഹമാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സ്ഥലം നോക്കുന്നുണ്ട്. ആരും ബീച്ചിൻ്റെ അടുത്ത് ആരും ഇല്ലാതൊരു സ്ഥലത്ത് പോയി നമുക്ക് ബിസി ആക്കാനല്ല, പിന്നെ എന്തിന് വെള്ളത്തിൽ കളിക്കാനോ വെള്ളം തൊടാനോ അതിനൊന്നല്ല. വെറുതെ ബീച്ചിലിരുന്നിട്ട് ഒരു ബിസിയാക്കിയിട്ട് കേക്കെല്ലാം കട്ടാക്കിയിട്ട് വരാനിട്ട് ആ ഒരു പ്ലാനിങ്ങിൽ പോയതാണ് നമ്മൾ. ഇങ്ങനെ പോയിട്ട് എവിടെയെങ്കിലും ആളെ ഇനി കുറച്ചാളില്ലാതെ എടുത്ത് പോയിട്ട് ഇരിക്കാന്നിട്ട് ഇങ്ങനെ പോകുന്നേണ്ട് നമ്മൾ ഓരോ ബിസിയാക്കിയിട്ട് പോയിട്ടില്ല. അപ്രത്യതി അറിഞ്ഞിട്ടില്ല നമുക്കറിഞ്ഞാൽ. അപ്പോൾ 2 വണ്ടിയിലായിട്ടാണ് പോകുന്നുള്ളത്. പകുതി ആൾ ഈ വണ്ടിയിൽ, പകുതി ആൾ അനിയത്തിൻ്റെ മപ്പളുണ്ട് ആ വണ്ടിയിലും വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ കേക്കെല്ലാം വാങ്ങിയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ പോയിട്ട് കട്ടാക്കാലിട്ട് ആങ്ങളുടെ നിന്ന് ഫ്രീയിൽ കിട്ടിയിട്ടാകുമ്പോൾ ഒരു ഉത്സാഹമില്ല. ഓനെങ്ങനെ കിട്ടുന്നില്ല. അവന് സ്കൂളിലത്തെ തിരക്കും അതിനെ പിള്ളേരെ എടുക്കാനും വെക്കാനും കൊണ്ടുപോകാനും അങ്ങനെ നല്ല പണിയുണ്ടാകും. അപ്പോൾ ഇന്നോനെ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടാകുമ്പില്ലേ ഒരു ഉത്സാഹി നമുക്ക്. ഓനെങ്ങനെയുണ്ടല്ലോ എന്നിട്ട് ഓനെയും കൊണ്ട് തന്നെ പോയ കയ്യോടെ. അങ്ങനെതാ ബീച്ച് സൈഡെല്ലാം ഇപ്പോൾ ഈ മഴക്കാലമല്ലേ പച്ചയുണ്ട് നല്ല കാണാൻ. അപ്പോൾ കുറേ തോണിയും സംഭവങ്ങളെല്ലാം ആയിട്ട് ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ട് മെല്ലേ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നിർത്താൽ ഇതിൻ്റെ കുറച്ചപ്പുറമാക്കിയിട്ടായിട്ട് വണ്ടി നിർത്തിയതാണ്. നല്ലൊരു ക്ലൈമറ്റ്, ഇങ്ങനെ മഴ വരില്ല അങ്ങനത്തെ പോലത്തെ കാണാൻ നല്ലൊരു ഭാഗമുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ തട്ടുകടയെല്ലാം കാണുന്നുണ്ട്. നമ്മൾ ചെല്ലുന്നുണ്ട് ഇവിടുന്ന് ചായയെല്ലാം കഴിച്ചിട്ട് പോകുന്നല്ലോ. അങ്ങനെ അവിടുന്ന് പിന്നെയും കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് നമുക്ക് നല്ലൊരു സ്ഥലം കണ്ട് ഒരു ഇറങ്ങാൻ പറ്റി ആരുമില്ലാതെ പോലത്തെ. അങ്ങനെ അവിടെ ഇറങ്ങിയതിന് ശേഷം ഇല്ലേ പിന്നെ നമ്മൾ തുടങ്ങിയില്ലേ വിഷയം 6 ആളെ സ്റ്റോറിയും ചെറപ്പറാക്കാൻ. നമ്മൾ ഈ ഒന്നിച്ചിട്ട് ഇങ്ങനെ കൂടാൻ വരുമ്പോഴേക്കില്ലേ പൊരക്കെല്ലാം വന്നിട്ട് നമ്മളേക്ക് വൈകുന്നേരം പോകാൻ നേരിട്ട് വരുന്നേരം പിള്ളേ വിട്ട പാടൊരിക്കോ എന്നിട്ടില്ലേ ആടെ ബിസി പറഞ്ഞ് നമുക്ക് ഈ ടൈം ആയതേ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം എല്ലാത്തിനില്ലേ സ്കൂളിൻ്റെ വാനിലേക്ക് വിളിച്ചിട്ട് ആടെ തന്നെ ഇറക്കിയത് മൊഗ്രയിലിറക്കിയത്. അങ്ങനെ അവിടെ എത്തിയിട്ട് ആ പാടന്നെ ബാക്കിയായി പോകുന്ന പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ ഓരോരിക്കായി പോയെങ്കിൽ എങ്ങനെയായെങ്കിലും രാത്രി 8 മണി 9 മണിയാണ് പൊരക്കെത്തുമ്പോൾക്ക്. ഓരോരിക്കൽ അളിയാമാറകളെ കൊണ്ടാക്കാനുണ്ടെങ്കിൽ 10 മണിയായും പോയി 11 മണിയായും പോയി. അങ്ങനത്തെ കഥ നമ്മൾ ഒന്നിച്ച് കൂടിയെങ്കിൽ നമുക്ക് എന്ത് കഥയെന്ന് അറിയുന്നില്ല. അങ്ങനെ വണ്ടിയെല്ലാം നിർത്തിയിട്ടുണ്ട്. ഓരോരോ യൂണിഫോം വരുന്നുണ്ട്. ഒരു കുനില്, ഒരു കെൻസ, ഒരു സെൻറ്റ് മോണിക്ക, ഒരു അബ്സല്യൂഷൻ, ലാസ്റ്റ് ഒന്ന് മൊഗ്രാൽ. അപ്പോൾ എല്ലാം സ്കൂളത്തെ ഉണ്ട് നല്ല ചെല്ലിട്ട് ഇങ്ങനെ നമ്മൾ ചെല്ലുന്നുണ്ടായി പിള്ളേരെ ഷാദ. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. നല്ലൊരു തണുത്തൊരു കാറ്റും നല്ലൊരു മൂടായിട്ടില്ലേ മഴ പിടിച്ച പോലെ ആയിട്ട് നല്ല ഉണ്ടായി കാണാൻ. അങ്ങനെ അവിടെ ഇരുന്നിട്ട് ചെറുപ്പറാക്കിയിട്ട് കുറേ ബിസിയാക്കിയിട്ട് ചിരിയും കളിയും പുള്ളന്മാറും. നമ്മൾ ഈ പുള്ളന്മാരെ വിട്ടിട്ട് വന്നത് ബീച്ചിൽ പോകുമ്പോൾ വെള്ളത്തിൻ്റെ അടുത്ത് പോകാനും പായാനും നമുക്ക് വിളിക്കാനും ഓരോടെ വെള്ളം തൊടാനെല്ലാം പോകുമ്പോൾക്ക് നമുക്കൊരു ടെൻഷനാണെന്നില്ലേ. അപ്പോൾ അതൊന്നില്ല അങ്ങ് നമ്മ തന്നെ നല്ലതല്ലേ ഇങ്ങനെ വന്നതാണ്. നോക്കുമ്പോൾ ഈ പിള്ളേർ ഈ തണുക്കന്നില്ലേ ബീച്ചിൻ്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ ടൈമായിന് ഓരോ സ്കൂൾ വിടുന്ന ടൈം. അങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് അവിടെ ബിസിയാക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ട്. മറ്റേ വയനാട്ടിലെല്ലാം വെള്ളം വന്നത് ഇതാക്കിയല്ലോ
ഈ കടലിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ തിര മറിയുമ്പോൾ തന്നെ പേടിയാന്ന്. അപ്പോൾ ആ ചെളിയും വെള്ളവും കല്ലുമല്ലോ ഒന്നിച്ചിട്ട് ഇങ്ങനെ ഒരു മല പോലെ വരുമ്പോൾ ഉറലി എത്ര പേടിച്ചിട്ട് എത്ര ഇതായിട്ടുണ്ടാവുമെന്ന് ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നതാണ്. ഇങ്ങനെ ഈ കടൽ കാണുമ്പോൾ ഞാൻ എന്നെ വിചാരിച്ചു നോക്കി ആ ഓറ് ഒന്നാകെ ഈ ചെളിയും വെള്ളം വരുമ്പോഴേക്കല്ലേ അല്ല ശ്വാസം കിട്ടാതെയും മൂക്കിലും വയലും വെള്ളം കുടിച്ചിട്ട് എന്തായിട്ടുണ്ടാവും. പുരയിൽ നിന്ന് നേരം തന്നെ പൊന്തിക്കൊണ്ട് പോകുന്നതല്ലേ ഈ വെള്ളം കൂടുമ്പോലില്ലേ. ഇന്നൊന്നും ഓറെല്ലാം പൊങ്ങിക്കൊണ്ട് പോയതെന്നല്ലേ അവർ പറയുന്നത്. അപ്പോൾ ഓരെല്ലാം ഒരു അവസ്ഥ അല്ലേ ആലോചിക്കുമ്പോൾ തന്നെ എന്തോ ഒരു മനസ്സിനൊരു ബേജാറാണ്. അങ്ങനെ ഞമ്മടെ കുറേ നേരം നിന്നിട്ടുണ്ടായി. പിന്നെ ഒരു 5:30 ഞാമ്പോൾ കടന്ന് വിട്ട് എന്നില്ലെങ്കിൽ ഈ കർക്കിടക മാസവും അങ്ങനെ ഇങ്ങനെ അല്ലേ എല്ലാം കുറേ നേരം വെച്ചിൻ്റെ അടുത്ത് നിൽക്കേണ്ടായിട്ടില്ലേ. 5:30 ആകുമ്പോൾ നമ്മൾ അവിടെ വന്നിട്ട് പിന്നെ തട്ടുകടയിൽ നിന്ന് നല്ല എണ്ണക്കടിയും ചായ എല്ലാം കുടിച്ചിട്ട് എല്ലാവരും ഓരോ പേർക്ക് പോയതാണ്. നല്ല സ്നാക്സും സംഭവങ്ങളെല്ലാം കഴിച്ചിട്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു സംഭവം പറയാനുണ്ട്. എന്നറിയോ, നമ്മളൊരു പൗസിയാണ്ടി എന്നിട്ടുണ്ട് സൗദിയിലത്തെ. എന്നെ സബ്സ്ക്രൈബറാണ് ഫസ്റ്റ്. എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് മാഷാ ഭയങ്കര ഇഷ്ടവും വീഡിയോ എന്നല്ല വെച്ചിട്ട് പിന്നെ നമ്മൾ മുണ്ടിയിട്ട് നല്ലൊരു ഫ്രണ്ട് പോലെ തന്നെ ആയിരുന്നു. ഇത് പൗസിയാണ്ടീൻ്റെ പുള്ളിയാന്ന്. പൗസിയാണ്ടീൻ്റെ മോളും വന്നിട്ടുണ്ട്. മോളാന്ന് ഇത് രണ്ടാളും. അങ്ങനെ പിള്ളമാരെല്ലാം ഞാൻ ഈ വീഡിയോയിൽ നോക്ക് ഹായ് പറയുന്നല്ലോ ചെല്ലുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ പറയില്ലേ ഉമ്മാവും മോളാന്ന് വന്നത്. അപ്പോൾ മാഷാഅല്ലാ വന്നിട്ട് കുറേ ബിസിയാക്കി നമുക്ക്. അപ്പോൾ അന്നൊരു ദിവസം ഞാൻ ഉറപ്പർക്ക് പോയിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് നോക്കുന്നവർക്കറിയും. അപ്പോൾ ഉറപ്പർക്കെല്ലാം പോയിട്ട് അവിടെ എല്ലാം നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിന്. എനിക്ക് സൗദിയിൽ തന്നെയാണ് സെറ്റിൽ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ സൗദിക്ക് ബൈലോട്ട് പോകുമ്പോൾ എന്നോട് ഓർഡർ ആക്കിയിട്ടുണ്ടായിന് സാധനമല്ലോ. അത് കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇപ്പം ഞാൻ വന്നിട്ടാകുമ്പോൾ നല്ല നല്ല ചൂട് ബൂസ്റ്റും കട്ട്ലൈറ്റും നെയ്യപ്പവും അങ്ങനെ എന്തല്ലോ സ്നാക്സ് ഐറ്റം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായി. നേരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഫുഡെല്ലാം കഴിച്ചിട്ട് പോകാൻ നേരെ പോകാമെന്ന്. പക്ഷെ ഓർക്ക് ടൈമില്ല, അടയിടെല്ലാം പോകാനുണ്ടെന്നിട്ട് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ഗിഫ്റ്റ് കാണിച്ചിട്ട് അത് പോസ് ചെയ്യേണ്ടി തന്നത് തന്നെയാണ്. അങ്ങനെ മാഷാഅല്ലാ കുറേ ബിസി ആക്കിയിട്ട് ചിരിച്ച് കളിച്ചിട്ട് ഇതാക്കിയിട്ട് പൊലിസാക്കിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ പോയതാണ്. പിന്നെ പോയിട്ട് പറയുന്നുണ്ട് ഓരോ റോഡ് സൈഡാണ് പോരെ, റോഡ് സൈഡാണ് ഇത്. നമ്മളത് ഉള്ളിലല്ലേ, എത്ര ഉള്ളിൽ വരുന്നിട്ട് കുറേ പാപ വയ്യെല്ലാം തെറ്റിയിട്ടില്ലേ. ലൊക്കേഷനെല്ലാം വിട്ടിന് എന്നാലും അതിലായിട്ട് വയ്യെല്ലാം തെറ്റിയിട്ട് അങ്ങനെ ലാസ്റ്റ് കഷ്ടപ്പെട്ടിട്ട് എത്തിയതാണ്. അങ്ങനെ ഓരെല്ലാം പോയിട്ടായിട്ട് ഇതാണ് നമ്മളെ പള്ളി അറിഞ്ഞാൽ ഇവിടെയാണ് തന്നെ മദ്രസ പോകുന്ന മിന്നു പോകുന്നതെല്ലാം. അങ്ങനെ മുറ്റത്തെ ഗ്രൗണ്ടും സംഭവങ്ങളെല്ലാം കുറച്ച് നേരം ഞാൻ നോക്കിയിട്ട് ഞാൻ പോകുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇനി പോകുമ്പോൾ വയ്യ അറിയാമെന്നല്ലോ. അങ്ങനെ അവർ പോയതിനു ശേഷം ഞാൻ ഉള്ളിൽ വന്ന്. അപ്പോൾ ഇതാണ് പോസിയാണ്ടി ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആക്കിയത്. പക്ഷേ അത് നല്ല അടിപൊളി ബൗളും കപ്പുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. എപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ ലൈക്കും കമൻറ്റും മസ്റ്റാണ്. ഓക്കെ.